ഇതിപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്നതിൻ്റെ വേറൊരു സൈഡാണ്, ബോട്ട് ഹൗസിൻ്റെ തന്നെ. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർ കുറച്ചുകൂടി നേരത്തെ വരണം ഇവിടെ. കാരണം ഇവിടെയൊക്കെ ടൈം ഓറിയൻറ്റഡ് ആയിട്ടാണ്. ഇന്ന ടൈമിന് ക്ലോസ് ചെയ്യും പറഞ്ഞാൽ അതൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ അങ്ങനെ വരിക. പിന്നെ ഞങ്ങളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിൻ്റെ നടത്തം തുടങ്ങുന്നത്. ഹൈഫ ഓക്കെ അല്ലേ? അത് ശരി. ഉള്ളതിൽ വലുത് വാങ്ങി കയ്യിൽ വെച്ചിട്ട് എന്ത് കണ്ടാലും അവൾക്ക് വലുത് വേണം. എന്നിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പറയും ഇത്ര വലുത് വേണ്ടിയില്ല, കുറച്ച് വാങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. ഇതൊരു വൈൽഡ് ലൈഫ് ട്രസ്റ്റാണ്. നമുക്ക് ജസ്റ്റ് വാക്കിങ്ങിനുള്ള റൈറ്റ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. കുളത്തിന് ചുറ്റും ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ വേണ്ടി ഫെൻസും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇവർ തന്നെ തയ്യാറാക്കിയാണ്. കുളം കാണാനല്ല, ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ താമസിക്കുന്നവരേ വൈകുന്നേരങ്ങളിൽ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നടക്കാനൊക്കെ ഇറങ്ങില്ലേ, അതിനു വേണ്ടി സെറ്റ് ചെയ്തോണം. നടക്കാനും ഓടാനൊക്കെ വൈകുന്നേരം രാവിലെകളിലൊക്കെ ആയിട്ട്. അങ്ങനെ എന്താ പറയുക, പ്രകൃതിൻ്റെ ആ ഒരു ഇതിൽ ജസ്റ്റ് ഇങ്ങനെ നടക്കാമെന്ന് മാത്രം. ഇന്ന് ഭയങ്കര സ്പീഡാണല്ലോ, വേഗം തീർത്തിട്ട് വേണം ഷോപ്പിങ്ങിന് കൊണ്ടുപോകാൻ പറഞ്ഞോണ്ടേ അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട്. ഇത് എങ്ങനെയും വേഗം തീർക്കണം വേണ്ടിയിട്ടാണ് ഹൈഫ. ഇതാ വരുന്നുണ്ട്, ഞാൻ എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. അങ്ങോട്ടൊന്നും പോകില്ല കേട്ടോ, സ്ലിപ്പാവും, നോക്കി നിൽക്ക്. ആ ചാടി രക്ഷിക്കാൻ ഞാൻ മറ്റെന്താ സ്പൈഡർമാനോ സൂപ്പർമാനാണല്ലോ പിന്നാലെ ചാടാൻ. നീന്താനറിയാം, പക്ഷെ എനിക്കറിയാം. പക്ഷെ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ അല്ല ഇവിടുത്തെ ടെമ്പറേച്ചർ. ഡാമല്ല, ഒരു പുഴയല്ലേ, അതിലൊക്കെ നീന്തലുണ്ട്. ചെക്ക് ഡാമല്ലേ. നമ്മളേ എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ നാട്ടിലത്തെ ടെമ്പറേച്ചർ അല്ല ഇവിടുത്തെ ടെമ്പറേച്ചർ. വെള്ളം ഭയങ്കര തണുപ്പാണ്. നമ്മൾ നാട്ടിൽ എത്ര നീന്താൻ അറിയുന്ന ഒരാളാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഞാൻ അത്രയ്ക്ക് നീന്താൻ അറിയില്ല കേട്ടോ, ചെറുതായിട്ട് അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അത്ര നന്നായി അറിയുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറിൽ നമ്മളൊന്ന് പതച്ചു പോകും. കാരണം ഫ്രീസിങ് ആണ്. ഏത് സമ്മറിൽ ചാടിയാലും തണുപ്പുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എപ്പോഴും നമുക്കുണ്ടാവും. ഇവിടെ നടക്കുന്നതിൽ ഇരിക്കാൻ കഴിക്കാനും ഒന്നും എടുത്തിട്ടില്ലല്ലോ. മിഠായി കഴിക്കാൻ ഇവിടെ ഇരുന്ന് കഴിക്കണല്ലോ, അത് നിന്ന് കഴിച്ചാൽ പോരെ. ഒരു വ്യൂയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ അല്ലേ. ഇതാണ് ഇരിക്കാൻ പറ്റിയ ടേബിള്. ഇത് നിൽക്കാൻ സൈക്കിളൊക്കെ നിർത്താനുള്ള ഏരിയ ആണ്. ഫെൻസിൻ്റെ അപ്പുറത്ത് മരങ്ങളുടെ ഒരു ഇതാണ്. ഒരു മരത്തിന് ഇല ഉണ്ടാവില്ല കേട്ടോ, കാരണം വിൻ്റർ സീസൺ ആയതുകൊണ്ടാണിത്. ഇപ്പോൾ ഇത് ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോൾ ഇലകളൊക്കെ വന്നിട്ട് നല്ല രസമുണ്ടാവും കാണാൻ. ചിലതിലൊക്കെ ഉണ്ടോണം ഇലകൾ, പക്ഷെ കാര്യമായിട്ട് ഒരു 90% മൊത്തം കൊഴിഞ്ഞു പോയിക്കാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഏകദേശം ഈ വിൻ്ററൊന്നും കൊണ്ട് തീരണം. അപ്പോൾ ഇതിന് ഹൈഫിനെ പാക്ക് ചെയ്തിട്ട് വേണം ഇലകൾ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ഹൈഫൻ്റെ എന്തോ കണ്ടുപിടുത്തേണ്ട ഇതിൽ എലിൻ്റെ ഷേപ്പ്, എന്തൊക്കെയോ ഒരു ഷേപ്പ് ഉണ്ട് സംഭവം. അവർ ജസ്റ്റ് ഇങ്ങനെ അട്രാക്റ്റിന് വേണ്ടി ഇറങ്ങി. അങ്ങോട്ട് ഇറങ്ങണ്ട, ഇങ്ങോട്ട് വാ. ഫുള്ള് വെള്ളിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ചളിയുള്ള സ്ഥലത്തേക്ക് പോവാ. എന്താണെങ്കിലും ഇങ്ങോട്ട് ഓഫ് വൈറ്റ് ആണല്ലോ, എന്താണെങ്കിലും മൊത്തം വഴുക്കി അങ്ങോട്ട് വീഴും. ഞാൻ ജസ്റ്റ് നോർമൽ ഔട്ട്ഫിറ്റ്, ഒരു ജമ്പർ പോലത്തെ ഷർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്ത് പുഴയല്ല ഇത്, ഇതൊക്കെ കുളമാണ്. എനിക്കിപ്പോഴാണ് മനസ്സിലായി. ഇന്ന് ഇവള് ഇങ്ങോട്ട് നടക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായി. ചളിയാവാൻ വേണ്ടേ. കാരണം ഫുള്ള് വെറ്റി സോയിലാണ് ഇവിടെയൊക്കെ. അതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നടക്കുമ്പോൾ. ഇന്ന് പിങ്ക് ഷൂ ഒക്കെ ഇട്ടിട്ട് വരാമെന്ന്. ഞാനാണ് ബൂട്ട്സ് ഇട്ടാൽ മതി പറഞ്ഞത്. കാരണം ഇങ്ങനത്തെയൊക്കെ വല്ലതും പോവുകയാണെങ്കിലേ ഷൂ ഒക്കെ ഇട്ടിട്ട് നമ്മളല്ലെങ്കിൽ വൈറ്റ് ഷൂ അങ്ങനത്തെ കളർ ഷൂ ഒക്കെ ഇടുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല കാണാൻ. പിന്നെ തിരിച്ച് കയറുമ്പോൾ എന്തെങ്കിലും വ്യൂ കണ്ട അപ്പം അങ്ങോട്ട് ഓടും തന്നെ. കുഴപ്പമൊന്നുമില്ല. എന്ത് കുളം ബ്ലൂ ആണെങ്കിലാ ഇത് രസമില്ലാന്നാ പറയണ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം പറയണ്ടല്ലേ.
എന്ത് കുറ്റം പറയാണ് മലയാളീസിൻ്റെ? എല്ലാ മലയാളികളും അങ്ങനെയല്ല, ചിലവർ മാത്രം, ചില ബൂർഷ മലയാളികൾ മാത്രമാണ് അങ്ങനെ. മിണ്ടിയൊക്കെ അടിക്കാൻ വരിക, വല്ല കഴിഞ്ഞ ജന്മത്തിൽ വല്ല ഇത് മൃഗമായതാണവേ, ഏത് നേരം കടിക്കുക പണി. പുലി അത്ര പുലി, എന്തായാലും നല്ല പുലിയാണ്. ഇപ്പോൾ എലിനെ പോലെ നടക്കുന്നുണ്ട്. ചെറുതായിട്ട് നടക്കുമ്പോഴത്തേനും ക്ഷീണം വന്നു തുടങ്ങി. നടന്ന് ശീലമില്ലാത്ത ഹൈഫനെയും കൊണ്ടാണ് വന്നിക്കണത്. അതുകൊണ്ട് എന്തോ ഒരു ബെല്ലൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടൈമായി ആണ് തിരിച്ചു പോകാനുള്ളത്. ഇതൊക്കെ നടപ്പാതെ ഇരുന്നടി. നോക്കാം, വെള്ളം കയറിയിട്ട് മൊത്തം ഗേറ്റ് ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ടിരുന്ന ആൾക്കാർ. നീ ഇപ്പുറ സൈഡിലേക്ക് അന്നെക്കാട്ടിയും വലിയ കുറുക്കൻ ഇവിടെ ഉണ്ടോ? പറ, എന്റെ ഹൈഫ. ഹൈ, സന്തോഷായില്ലേ? ഇവിടെ വെള്ളത്തിലോട്ട് ഇറങ്ങാനുള്ള സെറ്റപ്പ്. അപ്പോൾ അങ്ങനെ കുളത്തിൻ്റെ ഏകദേശം ഒരു ഇതെത്തി. ഇത് പ്രൈവറ്റ് ലാൻഡാണ്, അന്ന് ഇറങ്ങാൻ പാടില്ല, അങ്ങനെ ഇറങ്ങാൻ പാടില്ല. വെള്ളം ആഴുണ്ടാവട്ടെ, തണുപ്പുണ്ടാവും. അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമല്ലേ, നോക്കാം. നൈസായിട്ടുണ്ട്. ഹാപ്പി ആയില്ല ഇന്നത്തെ വരവ്? ഓരോ ദിവസവും ഓരോരോ അഡ്വഞ്ചർ അല്ലേ? കുടിക്ക്, എന്താ തീരാത്ത ബബിൾ ടീ? അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഇത്രയും നടക്കാണ്. നോക്കാം ഇനി നമ്മൾ. അയ്യോ, ഇപ്പോൾ നമ്മൾ നോക്കാം. ഒരു മിനിറ്റ് അതൊന്നും കാണിച്ചു കൊടുക്കട്ടെ. അത്രയും ദൂരം ഇങ്ങോട്ട് വന്നു. ഞാൻ അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ, കുറേ ദൂരത്തേക്ക് നടക്കാനുണ്ട്. ക്യാമറയൊക്കെ പിടിച്ച് ഫോട്ടോ എടുക്കുകയാണ്. ഓക്കെ അല്ലേ? വാ നടക്കാം, വേഗം നടന്നു തുടങ്ങാം. ഇതൊക്കെ സിനു, പാമ്പ്, സ്നേക്ക്. യു കെയിൽ അങ്ങനെ പാമ്പൊന്നുമില്ല, പാമ്പ് കുറവാ. മറ്റേ ഇങ്ങനെ വല്ല ആർട്ടിഫിഷ്യലായിട്ട് കണ്ടാലാ ഉണ്ടാവുള്ളൂ. കുട്ടിയൊന്നുമില്ല. ഞാനേ പണ്ടിങ്ങനെ ഇവിടെ സ്നേക്കൊന്നും അങ്ങനെ കാണൽ കുറവാണ്. ഒരു പ്രാവശ്യം ഞാനിങ്ങനെ പോയപ്പോൾ ഒരു ഇംഗ്ലീഷ് വീട്ടിൽ ഒരു കുട്ടി കഴുത്തിൽ കൂടെ മറ്റേ പാമ്പിനിട്ട് കിടക്കണം. ഞാനത് കണ്ടിട്ട് എന്താ പോലെ രസമൊന്നുമല്ല. അവർ പെറ്റായിട്ടൊക്കെ ചിലരിങ്ങനെ യൂസ് ചെയ്യണതാണ് പാമ്പിനെയൊക്കെ. നിനക്ക് പാമ്പിനെ ഞാൻ അതിൻ്റെ ഒരു കുറവുള്ളൂ. കണ്ട എല്ലാം വേണം, വേണ്ടാത്ത ഒന്നുമില്ല. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനൊക്കെ ഇതാക്കും. അവിടെ സൗദിയിലിരിക്കുന്ന സമയത്ത് കുറച്ച് കിളികളിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ഇപ്പോൾ ഓരോ നോക്കാൻ ആരില്ലാണ്ട് അവിടെ ഉള്ള എപ്പി അയക്കൊക്കെ ബുദ്ധിമുട്ട് നടക്കുകയാണ്. അതിനെ കൊണ്ട് വൈറ്റ് 2 ചത്തുഞ്ഞ് ബാക്കി 2 പച്ചകളുണ്ട്. അതിനിപ്പോൾ കൊടുക്കണം പറഞ്ഞിരിക്കും. അതിന് വേറെ പാസ്പോർട്ട് അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. ഇനി ഇവിടുന്ന് പോകുമ്പോൾ എന്ത് കാട്ടിക്കോ, നേരെ അങ്ങോട്ട് പോയിക്കോ. അപ്പോൾ ഓക്കെ ആവില്ലേ? ഇനിയിപ്പോൾ നേരെ നാട്ടിൽ പോയിക്കോ. നാട്ടിൽ പോയിട്ട് നാട്ടിൽ സാധാ വരുന്ന കിളികളില്ല, അതിനെ കണ്ടു കിടന്നു. വലിയ ഇതുള്ള ടീമാണ്. പക്ഷേ നായ്ക്കളെ കണ്ടതിന് അവൾക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ബാക്കിന് മറിഞ്ഞ് നടക്കണം. ഹായ്. നായ്ക്കളെ കണ്ട് ഓടിയിട്ട് ഇങ്ങോട്ട് വന്നിക്കുക. എന്താ കഥ? ഇവിടെയൊക്കെ മരങ്ങൾ. നീ തൊടുന്നത് എന്തിനാ? നക്കൊന്നുമില്ല, നീയായിട്ട് അങ്ങോട്ട് പോയി നക്കാണ്ടിരുന്നാൽ മതി. അവര് അങ്ങോട്ട് പോയി നോണ്ടിയാലാണ് ഇങ്ങോട്ട് വന്ന് നോണ്ടുള്ളൂ. നമ്മൾ ഒതുങ്ങി നമ്മുടെ ഇത് നിന്ന് കഴിഞ്ഞാൽ അവരൊന്നും ചെയ്യില്ല. ഓക്കെ, ഇരിക്കണോ? വേണ്ട, ഇരിക്കണ്ട. എന്താക്കും? ആരെങ്കിലും മരത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എന്താ കാര്യം? ഹൈഫ ക്ഷീണിച്ച് ബാക്കിലായി. വീട്ടിൽ വിളിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ്. ഞാൻ ഫ്രണ്ടിലും നടക്കുന്നുണ്ട്. ഞങ്ങൾ ഏകദേശം തീരാനായി, ഇവിടെ അടുത്തെത്തി. കുറച്ച് എന്താ പറയുക, ജസ്റ്റ് ഇങ്ങനെ ഒരു വാക്കിനൊക്കെ വരാൻ പറ്റിയൊരു ഏരിയ അത്രയും. ലൈക്സിൻ്റെ ഇത് മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇതുണ്ട്, ഷോപ്പിങ്സ് ഉണ്ട്. പിന്നെ ഇത് കൂടെ ഇങ്ങനെ നടക്കാനുള്ളൊരു ഇതുണ്ട്. പിന്നെ സൈക്കിളോ കാര്യങ്ങളോ ഉള്ളവർക്ക് ഇത് കൂടെ ഒക്കെ ഇങ്ങനെ സൈക്കിൾ വിട്ടിട്ട് നടക്കാം. അതൊക്കെ ഒരു പ്രത്യേക വൈബായിരിക്കും. ഇതൊക്കെ എനിക്ക് തോന്നുന്നു സണ്ണി ടൈം ആകുമ്പോൾ കുറച്ചുകൂടി നൈസായിരിക്കും കാണാനൊക്കെ. അപ്പോൾ നമ്മൾ വന്നത് വിൻ്ററിൽ ഒരു ഇതാണ്. പിന്നെ ഓൾറെഡി സണ്ണ് പോകാനുമായി. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചുണ്ട്. കുറച്ച് ബാക്കിലായി അവിടെ കോൾ ചെയ്തുകൊണ്ട് വരുന്നത്. അതുകൊണ്ടാണ്. ഇതെന്താ സാധനം?
തൊടുകയല്ല, ഇത് ജീവനൊന്നുമില്ല, വെറുതെ ഉമ്മാനെ പറ്റിക്കല്ലേ ഇജ്ജ്. വെറുതെ ഓരോന്നും പറയണേ. അത് ശരി, ഇനി ഒന്ന് നടക്കും. ഇത് തീർന്നെന്നാ വിചാരിച്ചത്, തീർന്നില്ലല്ലോ. ഇത് കുറേ നടക്കാണ്ട് കേട്ടോ. ഞങ്ങൾ ഇത് തീർന്നൊക്കെ വിചാരിച്ചിങ്ങനെ നടക്കണേ. പക്ഷെ നടന്ന് അവിടെ ഒരു എൻ പോയിന്റ് കാണുന്നുണ്ട് കേട്ടോ. വേഗം വാ. എന്ത്? അത് ജസ്റ്റ് ഈ ലൈക്കിന് ചുറ്റും ഇങ്ങനെ നടക്കടി. ഇവിടെ എന്തൊക്കെ ഉണ്ട്, എന്തൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ. എന്തൊക്കെ? ഇതാണ് അരയന്നം. ഇത്രയാണ് സൂമിങ് കാണുള്ളൂ. അതിനെ തൊട്ടതിന് വിവരം മാറും. അങ്ങനെ ഞങ്ങൾ നടന്ന് എത്തി, തിരിച്ച് ലൊക്കേഷനെത്തി. ചളി ഉണ്ട് കേട്ടോ അവിടെ സൈഡിൽ കൂടെ. ഫോണിൽ കൂടെ സംസാരിച്ചിട്ട് ചളിയിൽ പോയി വേണ്ട. ഞങ്ങൾ നടന്ന് ഇതെവിടെ എത്തി. ഇതാണ് ഏകദേശം ഇവിടെ എത്തി. ആ റൗണ്ട് വേണ്ട, പിന്നെ പോവാം നമുക്ക്. ബ്രിഡ്ജൊന്നല്ലത്, അങ്ങോട്ട് പോകുന്ന വഴി മൊത്തം ചളിയാണ് കേട്ടോ. എടി അത് ജസ്റ്റ് എന്താ സംഭവം, നോക്കി നടക്ക്. മെല്ലെ പോയാൽ മതി കേട്ടോ, ചളിയിൽ വീഴണ്ട. എടി അത് ബ്രിഡ്ജൊന്നല്ല, ജസ്റ്റ് ഒരു ഇതാണ്. ഇങ്ങനെ കയറി ഒരു സ്ലൈഡ്. നീ ഈ ഡ്രസ്സൊക്കെ ഇട്ട് സ്ലൈഡിൽ പോയി കഴിഞ്ഞാൽ വീഴും. ഇതൊന്നും പോകണ്ട, അങ്ങോട്ട് പോകണ്ട. അത് വഴുക്ക് വീഴുന്ന സ്ഥലമാണ്. അതെന്താ, പണ്ടൊന്നും ചെരിഞ്ഞൊരു ബോട്ടാണത്. നീ എന്നെയും കൂടിയും വീഴ്ത്തുമല്ലോ. നോക്കി നടക്കുമോ. മെല്ലെ കൈ പിടിച്ച് നടത്തണം. പോയിക്കോ, മെല്ലെ മെല്ലെ നടക്ക്. അത് നായി ബൗബോ. ഇതെന്താ ചുമ തുടങ്ങി, തണുപ്പ്. ഇതെന്താ? ഇത് കുട്ടികൾക്ക് ഇങ്ങനെ നടക്കാനുള്ള ഹോളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണ ഇവർ. കയറി നോക്കട്ടെ. നിൽക്കവിടെ, ഞാൻ ആദ്യം കയറാം. എൻ്റെ ബാക്കിൽ വന്നാൽ മതി. വഴി എങ്ങനെയുണ്ട് നോക്കട്ടെ. ബാ, ഇത് നോക്കാം. ഇവിടെ ഒരു ഹോളൊക്കെ ഉണ്ട്. എന്തൊക്കെ, പിന്നെ അത് കൂടെ സ്ലൈഡ്. ഇത് കൂടെ വീണ്ടും സ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് ഇന്ന് ഇത് കൂടെ ഇങ്ങനെ ഇറങ്ങാം. ഓക്കെ, സ്ലൈഡിൽ കൂടെ നീ ഇറങ്ങിക്കടി, നല്ല രസം ഉണ്ടാവും. വീണ മൊത്തം ചളിയിലായിരിക്കും. ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. നീ ഇങ്ങോട്ട് വന്നാ എന്താണ്, ഇങ്ങോട്ട് ഇറങ്ങ്. അത് ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അതിൽ നിന്ന് കയറിയിട്ട് അവസാനം വീഴാൻ നിൽക്കണ്ട കേട്ടോ. എൻ്റെ സൗണ്ട് കേൾക്കൂല, ഇജ്ജ് അടുത്തേക്കോ. ഓ, ജലദോഷം അത് ക്ലൈമറ്റിൻ്റെയാണ്. എനിക്ക് ചുമ ഇടയ്ക്ക് വരാൻ തുടങ്ങി. ഇതൊക്കെ എന്താ, ഓരോ ശില്പികൾ കൊത്തി വെച്ചിരിക്കുന്നു. ബോട്ടിൻ്റെ ഒരു ആകൃതിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഇതുപോലല്ലേ, ചെറുതായിട്ട് ഒരു സൈഡ്. ഹൗസ് ബോട്ടല്ല, തോണിൻ്റെ അല്ല, ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട്. ഇത് കുട്ടികൾക്കുള്ളടി. കുട്ടികൾക്ക് ഇങ്ങനെ കയറി കളിച്ച് കുറച്ച് നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. അതൊരു കുരങ്ങൻ കുട്ടി ഇത് കൂടെയൊക്കെ ചാടി പോകുന്നുണ്ട്. ഇവിടെ എത്തുമോ? മതി. ഇത് കൂടെ കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. എന്താ പിടിക്കണ്ട്? നമുക്കേ തിരിച്ചു പോവാം, സമയമായിട്ടോ. അപ്പം തന്നെ നൈറ്റായി തുടങ്ങി. പോവല്ലേ? ഇതിനെ ഇത്രയും നല്ല വഴി ഉണ്ടായിട്ട് അപ്പുറത്ത് കൂടെ ഇല്ലാത്ത വഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നു. എന്നിട്ട് അതിന് പേര് അഡ്വഞ്ചറും. ഇത് നമ്മൾ ഇങ്ങനത്തെ വഴി കൂടെയൊക്കെ പോയിട്ട് അഥവാ വഴിക്ക് വീഴുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലാണ് അഡ്വഞ്ചറൊക്കെ പഠിക്കുള്ളൂ. അതെ, എനിക്ക് കുഴപ്പമില്ല. എൻ്റെ കുറച്ച് ഗ്രേ ഇതായതുകൊണ്ട് വലുതായിട്ടുമില്ല. പക്ഷെ നിൻ്റെ ഡ്രസ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, മനസ്സിലായില്ലേ? ഞാൻ വാശ് ചെയ്ത് തന്നെ. അടവ് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ എൻഡ് പോയിൻ്റ് കണ്ടു. നടന്ന് ഇവിടെ എത്തി. അവിടെ വലിയൊരു പാമ്പിൻ്റെ ശില്പിയൊക്കെ വെച്ചിട്ടുണ്ട്. പാമ്പല്ലേ എന്തോ. അങ്ങനെ ഇവിടെ നല്ലൊരു പാമ്പിൻ്റെ ശില്പിയൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല കുട്ടിയായിട്ട് അതിൽ വലിച്ചെറി. ഇതാ ലിറ്റർ ഇത് കേട്ടോ, വേസ്റ്റ്. നമുക്ക് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് ബിൻസൊക്കെ ഉണ്ടാവും. പ്ലാസ്റ്റിക്, ക്യാൻസ്, ലിറ്റർ അങ്ങനെയൊക്കെ വേണ്ട. നമുക്ക് അതിന് അനുയോജ്യമായ ഇതിലൊക്കെ ഇടാൻ നോക്കുക എല്ലാവരും വേസ്റ്റൊക്കെ. കൈ കൊണ്ട് ടണ്ടണേ എന്തോ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. എന്താണ് കൈ കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടാവും.
അല്ലാണ്ട് ഇപ്പോൾ കൈ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയില്ലല്ലോ. അങ്ങനെ തിരിച്ച് ലേക്സിൻ്റെ നമ്മളങ്ങനെ എന്താണ് ബോർഡ് വാക്കിൽ ഞങ്ങൾ തിരിച്ചെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ സൈക്കിളൊക്കെ വെക്കുന്ന സ്ഥലത്തിൻ്റെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. സമയം ലേറ്റായി. 2 റൗണ്ട് നടക്കുമ്പോഴത്തേനും പാവം ഹൈഫൻ്റെ തലയൊക്കെ ചുറ്റി. ഓക്കെ അല്ലേ? വിശക്കുണ്ടോ? അടവ് ക്ഷീണിച്ചു. ഇതൊക്കെ ആകെ കുറച്ച് നടന്നിട്ടുള്ളൂ, അപ്പോൾ തന്നെ ക്ഷീണിച്ചു. ബബിൾ ടീ മൊത്തം കുടിച്ചേറ്റിക്കണു. ഇനി ഇപ്പോൾ തുടങ്ങും. എനിക്ക് മധുരം ഓവറായി, മധുരം എന്തായി, എൻ്റെ ഡയറ്റ് പൊട്ടിച്ച് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാൻ. നിങ്ങളുടെ കൂട്ടത്തിലുള്ള അങ്ങനെയൊക്കെ ഓരോ ചങ്കത്തികളും വൈഫൊക്കെ അല്ലേ? ഷുഗർ ഡയറ്റിന് മാത്രം അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പം ഞങ്ങളിത് അവിടെ സീബ്ര ക്രോസിങ് ക്രോസ് ചെയ്യണം. നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സീബ്ര ക്രോസിങ്ങൊക്കെ ആർക്ക് ഇത് തരാനാ, നടക്കുന്ന ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വണ്ടി തോന്നും. പക്ഷെ ഇവിടെ സീബ്ര ക്രോസിങ്ങിലൂടെ പോകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടി വന്നാലും നമുക്ക് വേണ്ടി നിർത്തിത്തരും. ആരും ഇങ്ങനെ എടുത്തിട്ടൊന്നും പോകില്ല. പുറമേയുള്ള എല്ലാ രാജ്യങ്ങളിലും, അധികം മിക്ക രാജ്യങ്ങളിലും അങ്ങനെ തന്നെ. പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും അത് അത്രയ്ക്ക് എന്താ പറയുക ആയിട്ടില്ല അല്ലേ സീബ്ര ക്രോസിങ്ങിലൊന്നും. ഇവിടെ നല്ല ക്ഷമമാണ് ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. അങ്ങനെ നിർത്തിത്തരും, മെല്ലെ എടുക്കുകയുള്ളൂ. ഒരു വണ്ടി ഫ്രണ്ടിലുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാനോ കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രമിക്കില്ല. മെല്ലെ മെല്ലെ ഇങ്ങനെ പോവുള്ളൂ. ഒരുപാടൊന്നും ആരെയും ബുദ്ധിമുട്ടിക്കില്ല. മെയിനായിട്ടൊരു കാര്യം, ഹോണടി തീരെ ഇല്ല. ഭയങ്കര ശാന്തമായിട്ടാണ് ഡ്രൈവ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ടൊരു ഹൈക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഹൈക്കിംഗ് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്നു. മലകളൊന്നുമില്ല, ജസ്റ്റ് കുളത്തിൻ്റെ അപ്പുറത്ത് കൂടെ ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചു. ഇടയിൽ ഹൈഫിൻ്റെ കുറച്ച് ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടു. ഇന്ത്യൻ ചെറിയ പൊട്ടത്തരങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ചെറുതായിട്ട് ക്ഷീണിച്ചു അല്ലേ? ഷോൾഡർ ആ ഒരു ബാഗൊക്കെ തൂക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. എല്ലാം ഇവിടെ ആയിട്ടില്ലേ? അങ്ങനെ അവിടെ എത്തി. ഇനി നോക്കട്ടെ, ഇനിയിപ്പോൾ ഷോപ്പിങ് നോക്കട്ടെ. അങ്ങനൊന്നും കാര്യമായിട്ടില്ല. നൈസായിട്ട് കാണിച്ചു കൊടുക്കാം ഷോപ്പുകളുടെ ഉള്ളൊക്കെ. അതുകൊണ്ട് എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങാമെന്ന് മാത്രം അല്ലേ? നോക്കല്ലേ? ഓക്കെ, പോവാം. ഞങ്ങൾ ഏകദേശം തിരിച്ചിങ്ങനെ നടന്നു. ഷോപ്പിംഗ് ഒന്നും കാര്യമായിട്ട് ചെയ്തില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞങ്ങൾ ബസ്സിന് വന്നോണ്ടേ തിരിച്ച് പോകേണ്ട ബസ് കൂടെ ചില ടൈമിലുള്ളൂ. അപ്പോൾ ഇനി ബസ്സിൻ്റെ അങ്ങോട്ട് നടക്കണം. പിന്നെ ജസ്റ്റ് ചെറുതായിട്ട് ഇങ്ങനെ 1-2 കടയിൽ കയറി നമുക്കൊരു ചെറിയ 2-3 സാധനം വാങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. കാര്യമായിട്ടൊന്നും ചെയ്തില്ല. കുറേ ആഗ്രഹിച്ചൊക്കെ വന്നാണ്. മഴ പെയ്യാൻ തുടങ്ങി. ബസ് ഇപ്പോൾ അടുത്ത് തന്നെ വരാനായിട്ടുണ്ട്. അപ്പോൾ നേരെ ബസ്സിൽ കയറി ഇനി തിരിച്ച് നോർത്താണ്ടം പോകണം. ഷോപ്പിംഗ് ഒക്കെ ഇനി പിന്നൊരു ദിവസം ഇൻഷാ അല്ലാഹ് കാറും കൊണ്ട് വന്നിട്ട് ചെയ്യാം. അതാകുമ്പോൾ അവിടെ പാർക്ക് ചെയ്ത് നമുക്ക് സമാധാനത്തിൽ ചെയ്യാമല്ലോ. ഇപ്പോൾ റെസ്റ്റൻ ലേക്സ് ഒക്കെ ഏകദേശം കണ്ടില്ലേ. നമ്മുടെ ഇന്നത്തെ മെയിൻ ഇതെന്താ വെച്ചാൽ ഒന്നാമത് ഐഫൻ്റെ ഒരു ആഗ്രഹം ബസ്സിൽ കയറുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് സാധിച്ചു കൊടുത്തു. ഇനി പിന്നെ വന്ന സ്ഥിതിക്ക് ഇവിടെ ജസ്റ്റ് നമ്മളൊന്ന് കറങ്ങി കുറച്ചിങ്ങനെ നടന്നു. കുറച്ചൊരു എക്സസൈസ് ആയിരുന്നു അല്ലേ നടക്കാനും ഇതൊക്കെ. അതെ, ഇനി കിടക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ അറിയുള്ളൂ. ഇനി ഇതാ തിരിച്ച് നോർത്താണ്ട് പോകണം. ഭാഗ്യത്തിന് ഞങ്ങൾ അവിടുന്ന് വരുന്ന സമയത്ത് ചെറുതായി മഴ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ച് പോണ വരെ മഴ പെയ്തില്ല. ഇപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ബാക്കിയുള്ള വരെയുള്ള ഇടയിൽ കൂടെ അങ്ങനെ നടന്നു. തിരിച്ച് നടന്നത് ഞങ്ങളിതാ വന്ന സ്ഥലം തന്നെ എത്താനായി. ബസ് ഇപ്പോൾ ഒരു 5 മിനിറ്റ് വരുമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ബസ്സും പിടിച്ച് അങ്ങനെ പോകും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. ഇതുപോലെ ഷെയറും ചെയ്യാൻ മറക്കരുത്. കുറച്ച് നേരം കാത്തിരിക്കേണ്ടി വന്നു ബസ് വരാൻ. 5 മിനിറ്റ് എന്നും പറഞ്ഞ് ഏകദേശം 10 മിനിറ്റിന് മേലെ എടുത്തൂലേ ബസ്. കുറച്ച് ട്രാഫിക് ഡിലേ ആയി തോന്നുന്നു. തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് X47 കിട്ടിയത്. ഇതാകുമ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറിൽ നോർത്തൗണ്ട് എത്താം. എന്നാലും ഹൈഫൻ്റെ ബസ് യാത്ര സാധിച്ചു കൊടുക്കാൻ പറ്റി. അതുപോലെ തന്നെ റെസ്റ്റൻ ലേക്സിലൂടെയും കുറച്ച് നേരം നടക്കാനും പറ്റി. അങ്ങനെ കണ്ടു, നല്ല എൻജോയ് ചെയ്തില്ലേ? അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ടായി. അപ്പം എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കണം. ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബായ്.